Hi guys. അങ്ങനെ നമ്മൾ വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം മത്സ്യബന്ധനത്തിനായി പോവുകയാണ്. അതും ഒരുപാട് നാളുകൾക്ക് ശേഷം. ഇന്നൊരു ചാകര പോലെ മീൻ പിടിച്ചു കൊണ്ടുവരുമെന്നാണ് ഇവിടെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്താകുമെന്നറിയില്ല, നോക്കാം. ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അമലണ്ണൻ. എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഒരുപാട് പൈസ ഇറക്കി എന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. എല്ലാ സാധനങ്ങളും ഇറക്കിയത് അമലണ്ണനാണ്. അമലണ്ണൻ പൈസ വാരി എറിഞ്ഞുകൊണ്ടാണ് ഇപ്രാവശ്യം എന്ത് വന്നാലും മീൻ പിടിക്കുമെന്നൊരു ലക്ഷ്യത്തോടെയായിരുന്നു ഇറങ്ങിയത്. അങ്ങനെ മീൻപിടുത്തം ആരംഭിച്ചൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അമലണ്ണൻ ഒരു കരിമീനെ ചാക്കിലാക്കി. അതിൻ്റെ ആ ഒരു എന്താണ് അഭിമാനമാണ് ചെങ്ങായിൻ്റെ മുഖത്ത്. കണ്ടില്ലേ, ഇതാണ് അമലണ്ണൻ തൂക്കിയ കരിമീൻ. അങ്ങനെ ഇവൻ ആദ്യം കരിമീനെ പിടിച്ചുകൊണ്ടതാണോ എന്നറിയത്തില്ല. പിന്നെ ഒരു മീന് പോലും നമ്മളെ ചൂണ്ടയൊക്കെ ഇരുന്നില്ല. എൻ്റെ അമ്മോ, പിന്നെ ഒരു ഒരു മണിക്കൂർ ഫുള്ള് പുഴയുടെ ഭംഗിയും നോക്കി ഇങ്ങനെ ഇരുന്നു. ഒരു മീന് പോലും കൊടുക്കുന്നില്ല. പുഴയിലൂടെ ഇങ്ങനെ വലിയ മീനുകൾ മുകളിൽ വന്ന് താഴേക്ക് പോകുന്നത് കുറേ പ്രാവശ്യം കാണുന്നുണ്ടെങ്കിലും ഒന്നുപോലും നമ്മളെ ഇതിലേക്ക് കയറുന്നില്ല. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാനും തൂക്കി ഒരാരലിനെ. പിന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി മുറിച്ച് അതിൽ കുറച്ച് വെള്ളമാക്കി അതിലേക്കിട്ടു അതിനെ. പിന്നെ ചൂണ്ടയിട്ട് കുറേ നേരം പുഴയുടെ ഭംഗിയും നോക്കിയിരുന്നു. പിന്നെ ഇവൻ കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഒരുപാട് കഥകളുമായാണ് അണ്ണൻ എത്തിയത്. എല്ലാ കഥകളും വിശദീകരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ 2 മീനും നമ്മൾ അവിടെ ഉണ്ടായിരുന്ന 2 പയ്യന്മാർക്ക് കൊടുത്തു. എന്തായാലും നമുക്ക് 2 കിട്ടിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു 3-4 എങ്ങാനും കിട്ടി. അതുകൊണ്ട് നമ്മളുടെ മീനിനെയും കൂടി അവർക്ക് കൊടുത്തു. പിന്നീട് നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ മീൻപിടുത്തം അവസാനിപ്പിച്ച് നേരെ തിരിച്ചു നടന്നു. തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം മാങ്ങ കണ്ട ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. എത്രയാ മാങ്ങ. പിന്നെ തിരിച്ച് ഇങ്ങനെ നടന്നു, മാർത്തി വഴി നടന്നു വരുമ്പോഴാണ് ഈ ഒരു കിടിലൻ കാളയെ കണ്ടത്. അതിൻ്റെ കയറങ്ങാനം വിട്ടാൽ നമ്മളുടെ കാര്യം പോക്കാം. അതാണ് ഇവന്മാർ സംസാരിക്കുന്നത്. ആ കാളയുടെ കയറങ്ങാനം അഴിഞ്ഞു പോയാൽ ഇപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ തിരിച്ച് കാളയെയും നോക്കി കാളക്കൊരു ചാറ്റിയും കൊടുത്ത് തിരിച്ചു വരുമ്പോഴാണ് അണ്ണൻ ആടിൻ്റെ കഥ വിശദീകരിക്കുന്നത്. ആട് തിരികെ കണ്ട നമ്മൾ കാണാൻ പോയില്ല, ഇവൻ മാത്രമേ കാണാൻ പോയുള്ളൂ. അതിൻ്റെ എല്ലാ സസ്പെൻസും പൊട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ആട് 3 ഉള്ളതിനേക്കാൾ കൂടുതൽ കഥയാണ് ഇവനീ പറയുന്നത്. എന്തൊരു തള്ളു. എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഫിഷിംഗ് വ്ലോഗുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.